ഷാരൺ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ്, മരിച്ചൊരാളെ അവഹേളിക്കുകയാണ്. മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു. ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരൊറ്റ ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ. ടിവിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരൻ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്, ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി, ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു, കോർണർ ചെയ്തു. നിങ്ങളിൽ എല്ലാവരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിന്റെ, അന്തസ്സായി കഷായം കൊടുത്തു. രാഹുൽ ഈശ്വർ പറയുന്നതല്ല, നിങ്ങളെല്ലാം ടി വി ചാനലിൽ കേട്ട് കാണും. അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തു കൊടുത്തു. ഇത് രാഹുൽ ഈശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ നിൽക്കുന്ന AKMക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല. എന്ത് ന്യായമാണുള്ളത്? പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ, അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത്, സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം 11 ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ, ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത്, തടയുന്നത് പുരുഷ വിരോധമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൌട്ട് എടുത്തോണ്ട് പോയി, ഒരു ജഡ്ജിയുടെയാണ്. ഒരു ജഡ്ജിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി, പോലീസുകാർ പാലും കൊണ്ടുപോയി, കട്ടൌട്ടും കൊണ്ടുപോയി. ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു. നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി, എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും, ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരൻ വിളിക്കില്ല. പക്ഷേ ജഡ്ജി ആയിരുന്ന, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ ടിവിയിലിരുന്ന് പറയാണ്. കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ്. ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു, ഷാരൻ ഇവരുടെ കല്യാണത്തിന് തടസ്സം നിന്നു, അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന്. ഇത് നേരെ തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരനാണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുമായിരുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. ഷാരോണ് വേണ്ടിയുള്ള പ്രകടനമാണ്. കാര്യം ഷാരോൺ എന്ന വ്യക്തി നിങ്ങളെല്ലാം കണ്ടു കാണും. ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ, കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ച വാക്കുകളാണ്. മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു, മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തെള്ളിപ്പറയാൻ എഴുന്നില്ല. 11 ദിവസം വെള്ളം കിട്ടാതെ, 11 ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും പൊടിഞ്ഞ് ആന്തരികവയവങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി ഗതിയില്ലാതെ അവസാനം ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വന്നതാണ്. ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ്. അതായത് അവന്, ഞാൻ പേപ്പറിൽ വായിച്ചതും ഇത് വായിച്ചതാണ്, 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചൊരു വ്യക്തിയെ അവസാനം അവൾ കോർണർ ചെയ്യപ്പെട്ടു പോയതുകൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ജീവൻ അത്ര വിലയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. കമാൽ പാഷ സാറ് വളരെയധികം മോശമായിട്ടുള്ള കമന്റുകൾ ഷാരോണിനെതിരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതൊരു ശക്തമായ പ്രതിഷേധം. അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഷാരോൺ രാജ് വധക്കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അത് ഈ ഒരു കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ആഗ്രഹിച്ചിരുന്ന ഒരു വിധി തന്നെയായിരുന്നില്ലേ? അതിൽ 100% ആളുകളും അതിനോട് യോജിക്കുകയാണ്. കാരണം അതിനേക്കാളും കൂടുതൽ ശിക്ഷ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ ഒരു വിധി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ട്, അതായത് നമ്മൾ മെയിൻ ചാനലുകളിൽ എടുത്ത് നോക്കുവാണെങ്കിൽ എതിർത്തുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, കമാൽ പാഷ, മുൻ ഹൈക്കോടതി ജഡ്ജി, റിട്ടയർഡ് ആയിട്ടുള്ള മുൻ ഹൈക്കോടതി ജഡ്ജി. അദ്ദേഹം ഈ ഒരു ഗ്രീഷ്മയ്ക്ക് കൊടുത്ത തൂക്കുകയറ് കൂടിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും ഇത് കേൾക്കുമ്പോൾ ഓരോ മലയാളികളും ചിന്തിച്ചു പോവുകയാണല്ലേ, ഇദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് അല്ലെ? കാരണം ഗ്രീഷ്മയ്ക്ക് ഈ ഒരു തൂക്കുകയറിന് അപ്പുറം ഒരു കൂടിയ ലെവൽ ശിക്ഷയുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ ആളുകൾക്കിടയിലേക്കാണ് ഇദ്ദേഹം പറയുന്നത് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കൊടുത്തത് ശരിയായില്ല എന്നുള്ളത്. കാരണം കൂടിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. മേ ബി ഞങ്ങളൊക്കെ സാധാരണ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സോടുകൂടി ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള, അല്ലെങ്കിൽ നിയമമെല്ലാം അറിയാവുന്ന താങ്കളുടെ വാക്കുകൾ കേൾക്കാൻ ചിലപ്പോൾ ഞങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങളെല്ലാം സാധാരണ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ആ ഒരു ഫീലിങ്സേ ഉള്ളൂ. ആ ഫീലിങ്സോട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു കേസിനെ കാണുന്നത്. ചിലപ്പോൾ നിയമപരമായി നിങ്ങൾ പറയുന്നത് ശരിയാകാം, ശരിയാവാതെ ഇരിക്കാം.
എന്തായാലും ഈ ഒരു തൂക്കുകയർ വിധിച്ചത് മറ്റൊരു നിയമം അറിയാവുന്ന ഒരു വ്യക്തി തന്നെയല്ലേ? നെയ്യാറ്റിങ്കര സെഷൻസ് കോടതിയിലെ ജഡ്ജിയായ AM ബഷീർ സാറാണ് ഈ ഒരു നിയമം നടപ്പിലാക്കിയത്. അദ്ദേഹവും ഇതുപോലെ എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി തന്നെയല്ലേ? അദ്ദേഹം ഈ ഒരു തൂക്കുകയർ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ സാധ്യതകൾ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത്. റെയറസ്റ്റ് എമംഗ് റെയർ കേസ് എന്നുള്ള രീതിയിലാണ്, അതായത് അത്യപൂർവങ്ങളിൽ അപൂർവമായുള്ള കേസ് എന്ന ഒരു നിലപാടിലാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത്, ഈ ഒരു തൂക്കുകയർ വിധിച്ചത്. ഈ വധശിക്ഷ എന്ന് പറയുന്നത്, വധശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ റെയറസ്റ്റ് കേസ് വരുമ്പോൾ, അതായത് അത്യപൂർവങ്ങളിൽ അപൂർവം കേസ് വരുമ്പോൾ അതിനെ വധശിക്ഷ കൊടുക്കാനുള്ള ഒരു സംഭവമുണ്ട്. അത് ഈ 1980 സുപ്രീം കോടതിയിലെ ബച്ചൻ സിംഗ് വേഴ്സസ് പഞ്ചാബ് എന്നുള്ള ആ ഒരു കേസിലൂടെയാണ് ഈ ഒരു സംഭവം നിലവിൽ വന്നത് കേട്ടോ. അതിനുശേഷമാണ് 1980 ശേഷമാണ് ഈ റെയറസ്റ്റ് കേസുകളിലെ വധശിക്ഷ കൊടുക്കുക എന്നുള്ള ഒരു പാലിച്ചു വന്നത്. ഇതെവിടെയും ഇതിന്റെ ഡെഫിനിഷനോ മറ്റു കാര്യങ്ങളൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി പദവി അല്ലെങ്കിൽ ഒരു നിയമമായിട്ടൊന്നും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെയാണ്, അതിനുശേഷമാണ് ഈ ഒരു കേസിനെ ഈ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ വാക്കുകളിലോട് ഭൂരിപക്ഷം മലയാളികൾ വിയോജിപ്പ് തന്നെയാണ്. കാരണം ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് വരെ നമുക്ക് ചിന്തിച്ചു പോകേണ്ടി വരുന്നു. ആ വികാരം മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? താങ്കളുടെ ടെന്യൂറിൽ ഉള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞ ഗോവിന്ദചാമി ഇതുപോലെ പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടായതാണ്, ആ പബ്ലിക് ഔട്ട്ക്രൈക്ക് വഴങ്ങിയതാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അത് തെറ്റ് എന്നല്ലേ നമുക്ക് പറയാൻ കഴിയൂ. അതേപോലെ അതേപോലെ കണ്ടുകൂടാ. പബ്ലിക് ഔട്ട്ക്രൈ ഒന്നും അല്ല അത് പബ്ലിക് ഔട്ട്ക്രൈ ഒന്നും അല്ല. അത് മാത്രമല്ല, ഗോവിന്ദചാമിയുടെ പ്രായം അത് നോക്കണം. അത് മാത്രം അയാൾ കമ്മിറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, അത് കഴിഞ്ഞിട്ട് അതിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത് മാത്രമല്ല, അത് മരണവേദനയെ കിടന്ന് പിടയ്ക്കുമ്പോൾ അതിന് പോയി ബലാത്സംഗം ചെയ്തു. ഇവന് പിന്നെന്താ കൊടുക്കേണ്ടത്? അങ്ങനെയുള്ള കേസാണോ ഇത്? ഇത് ഞാൻ നിസ്സാരവൽക്കരിച്ചതല്ല ഈ സംഭവം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നടത്തിയ മർഡർ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക് പ്രോസിക്യൂട്ടർ എനിക്കറിയാവുന്ന ആൾ തന്നെയാണ്, പുതിയ ആളൊന്നുമല്ല. പക്ഷേ അത് നല്ലതായിട്ട് നടത്തി. നിങ്ങൾ പ്രോസിക്യൂഷൻ നന്നായിട്ട് നടത്തി, നല്ലതായിട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഇത് റെയറസ്റ്റ് എമംഗ് റെയറിനകത്ത് കാറ്റഗറിയിൽ വരുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലാതെ ഇതിനെ ഞാൻ ന്യായീകരിക്കുകയോ ഇത് നല്ലതാണ് അതിന് താമ്രപത്രം കൊടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതിന് നല്ല ശിക്ഷ കൊടുക്കണം, ജയിൽ ശിക്ഷ. അത് നല്ലതായിട്ട് അവിടെ കിടക്കണം. കിടന്ന് ചിലപ്പോൾ നന്നാവെങ്കിൽ നന്നായി പോട്ടെ. ഈ പ്രായം ഇതല്ല ഉള്ളൂ, അതേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ ഞാൻ ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് വീട്ടുകാർക്ക് എന്തോ നന്നായിരിക്കുകയാണ് ഇപ്പോൾ, വളരെ നന്നായി കിടക്കുകയാണ്. അതെ, അത് ഒപ്പീനിയൻ പറയുന്നില്ല, കാരണം ഞാൻ ഡിസൈഡ് ചെയ്തൊരു കേസായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും വേറെ പറയാൻ പാടില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ആ കേസിൻ്റെ ഒന്നും ഫാക്ട്സുമായിട്ടൊന്നും ഇത് വരത്തില്ല, താരതമ്യം ചെയ്യാൻ ഒക്കത്തില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് നന്നാവാൻ ഒരു സാഹചര്യമില്ല. പിന്നെ ഇത് ഇറങ്ങി നടന്നാൽ വേറെ ആളുകളെല്ലാം കൊല്ലും എന്ന് പറയുന്നതിലൊക്കെ അർത്ഥമുണ്ടോ? എനിക്കറിയത്തില്ല. ഇത് വേറെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് ഇയാളെ മാത്രമേ ഇത് കൊല്ലാൻ പോയിട്ടുള്ളൂ. ഞാൻ കേട്ടിട്ടില്ല. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേരിയ പ്രതിസന്ധി മുന്നിൽ വന്ന് നിന്നാൽ അതിനെ വെട്ടിമാറ്റും സർ. ആ മനോഗതിയാണ്. ഒറ്റയ്ക്കൊരാളെ ഇത്രത്തോളം ആലോചിച്ചുറപ്പിച്ച് ഗവേഷണം നടത്തി വീട്ടിലേക്ക് വിരിച്ചു കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു ക്രൂര ചിന്താഗതിക്കാരി ഇനി വരുന്ന ജീവിതത്തിൽ നേരിയ പ്രതിസന്ധി ആരെങ്കിലും മുന്നിൽ വന്ന് നിന്നാൽ അടുത്ത ഗവേഷണം നടത്തും, അടുത്ത വിഷയത്തെപ്പറ്റി അല്ലെങ്കിൽ നൂതനമായ രീതിയെപ്പറ്റി. ഇല്ലെന്ന് പറയാൻ എന്തെങ്കിലും നമുക്ക് പറ്റുമോ? കാശ്മീർ, അതെ, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് ഈ പ്രായമൊക്കെ അല്ലേ നമ്മളത് ആ രീതിയിലെ ഒരു പെൺകുട്ടിയെ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ? നമ്മളതിനെ യഥാർത്ഥ പിച്ച് കീറുകയാണോ വേണ്ടത്? അതെല്ലാം ഞാൻ പറഞ്ഞുള്ളൂ. ഷാരോൺ എന്ന് പറയുന്ന യുവാവിനും അതേ പ്രായമാണ്. അല്ലാതെ ലൈവ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല. അല്ല, ഷാരോൺ എന്ന് പറയുന്ന ആ പയ്യനും ആ യുവാവിനും അതേ പ്രായമാണ്. ഒരുപാട് ജീവിത സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. ഒരു വീടിന്റെ അത്താണി ആവേണ്ടവനാണ്. ഞാൻ പറയട്ടെ, 18 വയസ്സിന് താഴെയുള്ളവരെല്ലാം ചൈൽഡാണ് അല്ലേ? 18 ഇയേഴ്സ്, പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 എന്ന് പറയുന്നത് ചൈൽഡാണ്. ഈ 18 വയസ്സ് കഴിഞ്ഞ് 4ാമത്തെ വർഷമല്ലേ ഇത് ഇങ്ങനെ കൊന്നേക്കുന്നത്? ഇത് ആള് മോശക്കാരിയൊന്നുമല്ല, കാരണം ഇത് മഹാവൃത്തിയുടെ ഇതുപോലെ നോക്കി പഠിച്ച് ചെയ്തതാണ്. അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു, അതെല്ലാം ഉണ്ട്. പക്ഷേ അതിന് നന്നാവാനൊരവസരം, അതിന് ഒരു റെഫർമേഷനുള്ള ഒരവസരം ഉണ്ടോ ഇല്ലയോ എന്ന് കോടതി നോക്കേണ്ടതാണ്. അത് ഒരിക്കലും പറ്റത്തില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് കാണാനില്ലല്ലോ. ഒരാണായാലും ഒരു പെണ്ണായാലും ഒരു തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ആണെന്നോ പെണ്ണെന്നോ ഉള്ള ഒരു ജെൻഡർ വ്യത്യാസമൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഷാരോൺ ചെയ്ത തെറ്റെന്താണ്? ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഗ്രീഷ്മയുടെ വീഡിയോസ് ഈ ഷാരോൺ കൈക്കലാക്കി വെച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്.
അത് വെച്ച് ഈ ഒരു പെണ്ണിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തതും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പോലീസിന്റെ കേസ് അന്വേഷണവുമായിട്ട് ഇത്രയും ദിവസം ഈ ഒരു കേസ് അന്വേഷണം ഉണ്ടായിരുന്നല്ലോ. 2022 ഒക്ടോബർ 15 തുടങ്ങിയതാണ് ഈ സംഭവം. 2022 ഒക്ടോബർ 25 ഷാരോൺ മരിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ, കഴിഞ്ഞ ഈ വിധി വരുന്നത് വരെ ഈ ഷാരൂണിന്റെ ഫോണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് ഈ ഒരു പോലീസ് അന്വേഷണത്തിന് കൈവശം കിട്ടിയിട്ടില്ല. ഓൾറെഡി ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് അത് ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. അത് ഇപ്പോഴും അവിടെ ലോക്ക്ഡ് പോലെയാണ്. കാരണം അത് എപ്പോ വേണം നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അങ്ങനെയാണല്ലോ ഗ്രീഷ്മയുടെ ഈ ഒരു കേസിൽ വഴിത്തിരിവായത്, അല്ലെ? അപ്പം ഇദ്ദേഹം പറയുന്നത് ഈ പെൺകുട്ടിയെ ബ്ലാക്ക്മെയിലിംഗ് ചെയ്തു എന്ന് പറയണമെങ്കിൽ, പക്ഷെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ ഒരു അന്വേഷണം നടത്തിയ ജോൺസൺ സാറാണ്. അദ്ദേഹം പോലും ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നില്ല. ഷാരോന്റെ ഫോണിൽ അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ മരിക്കുന്നതിന്റെ, അതായത് ഈ ഷാരോൺ ഹോസ്പിറ്റലൈസ് ആയിരുന്ന സമയത്ത് പോലും ഒരിക്കലും ഇവളുടെ പേര് അവൻ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. 11 ദിവസം അവൻ വെള്ളം പോലും കുടിക്കാനാവാത്ത ഒരു അവസ്ഥയിലാണ് കിടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവന് ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് ആയ ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് പോലും ഭാവി എന്നാണ് ഇവൻ അവളെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ പോലും അവളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആ ഒരു 11ാമത്തെ ദിവസം, അത് മരിക്കുന്നതിന്റെ അന്ന് രാവിലെയാണ് ഈ ICUയിൽ വെച്ച് അച്ഛനോട് പറഞ്ഞത് ഇതുപോലെ ഞാൻ കഷായം കുടിച്ചിട്ടുണ്ടായത്. അങ്ങനെയാണ് ഈ ഒരു കേസിലെ മെയിൻ ആയിട്ടുള്ള ഒരു വഴിത്തിരിവുണ്ടായത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു ഷാരൂണാണ് ഇവളെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഇദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് ഇവളെ ഇങ്ങനെ ന്യായീകരിക്കുന്നതെന്ന് വെച്ചാൽ അത് അറിയില്ല. പിന്നെ വയസ്സിന്റെ കാര്യം പറഞ്ഞ 24 വയസ്സേ ഉള്ളൂ അവൾക്ക്. ശരി, ഇമ്മെച്യൂരിറ്റി ആണെന്ന് പറഞ്ഞു, പക്വതയില്ലായ്മ എന്ന് പറഞ്ഞു. എന്ത് പക്വതയില്ലായ്മയാണ്? ഇതെല്ലാം ഇവൾ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഒരു കൊലപാതകം തന്നെയാണ്. അതായത് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്തു, ആ അറ്റംപ്റ്റ് തോറ്റുപോയി. 2ാമത്തെ അറ്റംപ്റ്റ് ഇല്ല. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റില് ഇവള് സെർച്ച് ചെയ്തു, ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പാരസെറ്റമോൾ വഴി എങ്ങനെയൊക്കെ ഇവനെ കൊല്ലാം എന്നുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ ഈ ഒരു പാരസെറ്റമോൾ ഹെവി ഡോസ് ആയിട്ട് കൊടുത്താൽ അതിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുമെന്നുള്ള കാര്യം അവൾ ഗൂഗിൾ സെർച്ചിലൂടെ അത് കണ്ടെത്തുകയും അങ്ങനെ കൊടുക്കാനാണ് ശ്രമിച്ചത്. അതായിരുന്നു ഫസ്റ്റ് ജ്യൂസ് ചാലഞ്ച് എന്നുള്ള രീതിയിൽ കൊടുത്തത്. ജ്യൂസ് ചാലഞ്ചില് ആ ജ്യൂസിൽ കലക്കി കൊടുക്കുമ്പോൾ തന്നെ ഒബ്വിയസ്ലി ഇവൻ അത് കുടിച്ചപ്പോൾ അതിന്റെ കയ്പ് അല്ലെങ്കിൽ അതിന്റെ ആ രുചി മനസ്സിലായി അവൻ അത് അപ്പം തന്നെ തുപ്പിക്കളയുകയും ചെയ്തു. എന്നിട്ട് ഇവൾ പറഞ്ഞത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ജ്യൂസ് ആണ് എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് മാറ്റി. പാവം ഷാരോൺ അതെല്ലാം വിശ്വസിച്ചു. പിന്നെ ഈ ഒരു അറ്റംപ്റ്റ് ഫെയിൽ ആയപ്പോഴാണ് അടുത്തത് അവൾ റിസർച്ച് ചെയ്തത്. ഇതെല്ലാം റിസർച്ചിങ് ആണ്, അല്ലെ? ഇതൊന്നും പക്വതയില്ലായ്മയുടെ ഭാഗത്തു നിന്നും ചെയ്തതല്ല. ഇതും അടുത്ത റിസർച്ചിങ് ആണ് ചെയ്തത്. അതായത് കഷായത്തിന്റെ രുചി ഒബ്വിയസ്ലി ഇവന് അറിയില്ല, അല്ലെ? കീടനാശിനിയുടെ രുചിയും ഇവന് അറിയില്ല. അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കഷായം അതാണെന്നുള്ള രീതിയിൽ ഒരു ചാലഞ്ച് എന്നുള്ള രീതിയിലാണ് ഇവനെ കൊണ്ട് കുടിപ്പിച്ചത്. അതും വീട്ടിൽ വരുത്തിച്ച് തലേ ദിവസം വരെ ഇവര് സെക്സ് ചാറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ആരുമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടാണ് ചാലഞ്ചിങ് എന്ന പേരിൽ ഈ ഒരു കഷായം അവനെ കൊണ്ട് കുടിപ്പിച്ചത്. ആ ഒരു കഷായം കുടിച്ച് ഷാരൂൺ അപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്തു എന്ന് ഈ ഷാരൂണിനെ ഈ ഗ്രീഷ്മയുടെ വീട്ടില് കൊണ്ടുപോയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ ഒരു കൂട്ടുകാരൻ പറഞ്ഞ വാക്കുകൾ, റിജിൻ എന്ന് പറയുന്ന ആ കൂട്ടുകാരൻ പറഞ്ഞതും ഇത് തന്നെയാണ്. ഇവളുടെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ഇവൻ ഭയങ്കര ഛർദ്ദിലായിരുന്നു. പച്ച കളറിലാണ് ഇവൻ ഛർദ്ദിച്ചത് എന്നുള്ളത്. എന്നിട്ട് പോലും എന്താണ് കുടിച്ചതെന്നുള്ള കാര്യം അവൻ വീട്ടുകാരോടും ആരോടും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഇവൾക്കാണ് പക്വതയില്ലായ്മ എന്ന് പറയുന്നത്, അല്ലെ? ആ ഒരു വയസ്സിൽ ചെയ്തു പോയ ഒരു തെറ്റ്. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നത്? എന്നാലും ഒരു മാതൃകയായ വിധിയായിട്ട് തന്നെ താങ്കൾ കാണുകയാണ്. ഇപ്പോൾ സജിൻ എന്ന് പറയുന്നത് ഷാരോൺ രാജിന്റെ വളരെ അടുത്ത ബന്ധുവാണ്. സജിൻ, എന്താണ് ഈ വിധി വന്നതിന് ശേഷം തോന്നിയത്? നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയായിരുന്നോ? വധശിക്ഷ കിട്ടണം എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നോ? യഥാർത്ഥത്തിൽ സജിനും ഷാരോണുമായുള്ള ആ അടുപ്പം എങ്ങനെയായിരുന്നു? അതുകൂടെ പറയും. ഞാനും ചേട്ടൻ കുഞ്ഞുങ്ങൾ മുതൽ ജനിച്ചപ്പോൾ മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. എൻ്റെ ചേട്ടനാണ്. വേറെ ഇവരുടെ സ്നേഹത്തിലായാലും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇവിടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പിന്നെ ഈ ഒരു ജഡ്ജ്മെന്റിൽ ഞങ്ങൾ സംതൃപ്തരാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചതും ഇതാണ്. ഈ ഒരു എന്താ പറയുക, ഈ ജഡ്ജ്മെന്റിൽ നമ്മൾ ഒരുപാട് സംതൃപ്തരാണ്. പിന്നെ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു സാറുണ്ടായിരുന്നു. പുള്ളി എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പുള്ളി പറഞ്ഞത് തികച്ചും ഞാൻ തള്ളിക്കളയാണ്. കാരണം ഈ കേസിലുടനീളം നടന്ന ഞങ്ങൾക്ക് മനസ്സിലായി ഗ്രീഷ്മ എന്ന് പറയുന്നത് അതൊരു മനുഷ്യനല്ല. അത് എന്ത് ഗണത്തിൽപ്പെടുമെന്ന് നമുക്കറിയില്ല. അത് മാത്രമല്ല, എന്താ പറയുക, ചേട്ടനെ സ്നേഹത്തിനാണ് അവൾ വിഷം കലർത്തി കൊടുത്ത് നശിപ്പിച്ചത്. എന്ത് പറയണമെന്ന് നമുക്കറിയില്ല. പക്ഷേ
ഇപ്പോൾ ഞാൻ ഈ ഡിബേറ്റിൽ നിന്ന് പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിന്റെ വാക്കുകളൊന്നും എനിക്ക് ഇനി കേൾക്കാൻ താല്പര്യമില്ല. താങ്ക് യു. ശരി, ജസ്റ്റിസ് കെമാൽ പാഷ വൈകാരികമായ രീതിയിൽ തന്നെ അവർ എന്തായാലും പ്രതികരിക്കും. കാരണം അവരത് ഈ വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിക്കുകയില്ല. അത് അഡീഷണൽ സെഷൻ ജഡ്ജിക്ക് അത് ബോധ്യമാവുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ അപൂർവങ്ങളായി മാറിയതും. പക്ഷേ എതിരഭിപ്രായങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ താങ്കൾക്ക് തന്നെ താങ്കളുടെ ഒരു മൈൻഡിൽ അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? പറഞ്ഞ അതെ, ഈ എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. എല്ലാം കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ കൊലപാതകം നമുക്ക് പറയാൻ ഒക്കത്തില്ല. എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ്. പക്ഷേ എല്ലാ കൊലപാതകങ്ങൾക്കും നമുക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ചിലതിന് കൊടുക്കാൻ പറ്റും, ചിലതിന് കൊടുക്കാൻ പറ്റില്ല. ആ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റെയറസ്റ്റ് എമംഗ് റെയർ ആയിരിക്കണം. അതിനകത്ത് ആ രീതിയിലുള്ള കേസിനെ കൊടുക്കാൻ ഒക്കുള്ളൂ. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഈ ഞാൻ പറഞ്ഞില്ല, ഒരാളുടെ ഒരു പ്രത്യേക കോർണറിലേക്ക് തള്ളിക്കൊണ്ടുപോയി, വേറെ മാർഗ്ഗമൊന്നുമില്ല. പിന്നെ അത് എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ അന്നേരം ഇയാൾ ഈ വീഡിയോ എടുത്ത് പുറത്തിടും. ഈ കുട്ടിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? വലിയ പ്രശ്നമുണ്ടതിന്. നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഇതിനകത്ത് ന്യായീകരിച്ചൊന്നുമല്ല. ഈ കൊലപാതകം നടത്തിയ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ല. അത് പ്രീ മെഡിറ്റേറ്റ് ആണ്, പ്രീ പ്ലാൻഡ് ആണ് എന്ന് തന്നെയാണ് ഇനി ഞാൻ കാണുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു കേസ് ഒരിക്കലും റെയറസ്റ്റ് എമംഗ് റെയറും ഇല്ല. ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, നോക്കണം. ആ നോക്കാനുള്ളതൊക്കെ ഇത് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, ഇത് പറയുമ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേര് കാണും. ഐ ഡോണ്ട് കെയർ. കാരണം ഇത് ഞാൻ നിയമം, എനിക്കറിയാവുന്ന നിയമമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നിയമത്തിനൊക്കെ പറയട്ടെ എങ്ങനെയാണെന്ന് നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് തോന്നും, ആളുകൾ ഇമ്പൾസീവായിട്ട് അങ്ങ് പ്രതികരിക്കും. അവൾക്ക് ഇത് തന്നെ കിട്ടണം. അതെന്താ കാര്യം? അത് നമ്മൾ നോക്കണം. ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? എത്രയോ പെൺകുട്ടികൾ ഓരോരുത്തന്മാരുടെ കൈ കൊണ്ട് കൊല്ലപ്പെടുന്നു. ഒരുത്ത പാറ്റ്നായി പോയി തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയെ വെടിവെച്ചു കൊന്നു. നമ്മൾ കണ്ടാണ് ഒരു പ്രൊഫഷണൽ കോളേജിൽ. അതേപോലെ വേറെ കയറി വെട്ടിക്കൊന്നു. ഇതെന്താ? അവനെ പ്രേമിക്കും, പക്ഷേ പെണ്ണിന് വേണ്ട, സമ്മതിക്കത്തില്ല, വിടത്തില്ല, കുറേ നടന്ന് കൊല്ലും. ഒരെണ്ണത്തെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. നമ്മൾ കണ്ട് ഇതിനകത്തൊക്കെ നമ്മൾ എന്താ ഇവന്മാരെ എന്തുകൊണ്ട് നമ്മൾ ഇത് പറയുന്നില്ല? പക്ഷേ ജസ്റ്റിസ് കെമാൽ പാഷ ഒരു പെൺകുട്ടി ശിക്ഷിക്കാൻ പാടില്ല എന്നില്ല. അത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ തന്നെ ഇതിപ്പോൾ ഷാരോൺ രാജുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ മറ്റു ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതും ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിനെ, ജീവിതം തകർത്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫൻസ് തീർക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഒരു സ്ത്രീ എന്ന പരിഗണന കിട്ടാതെ ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത് വേറെ ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഇത് ഈ പരസ്യമായിട്ട് കോടതിയിൽ വെച്ച പെൺകുട്ടി അവഹേളിച്ചായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വല്ല കാര്യമുള്ളതാണോ? അതിന് ചിലപ്പോൾ അതിനെന്താ പെൺകുട്ടിക്ക് അതിന് ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടായി, അതിന് മറ്റ് വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിഡൻസ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അത് പറയരുത്. അതിനെ ക്രിമിനൽ കേസ് ശിക്ഷിച്ചു, അത് ശരിയാണ്. കൊലക്കേസ് ശിക്ഷിച്ചു, വധശിക്ഷയ്ക്ക് വിധിച്ചു, അതിലും വലിയൊരു ശിക്ഷ അതിന് കൊടുക്കാനില്ല. ഇനി അതിന്റെ പുറത്ത് ബാക്കി നമ്മളതിന്റെ ക്യാരക്ടർ അസാസിനേഷൻ ജഡ്ജ്മെന്റുള്ള കാര്യമാണ്. സോറി, അതാണ് എനിക്ക് അതൊക്കെ അതാ പറഞ്ഞ ജഡ്ജ്മെന്റ് എഴുതി വെക്കാൻ പാടുണ്ടോ? ആലോചിക്കുകയാണ്. ഇത് ആലോചിക്കണ്ടേ? ഇതൊക്കെ ജഡ്ജ്മെന്റിൽ എഴുതി വെക്കാൻ പാടുള്ള കാര്യമാണോ? വേറെ ബാക്കി അവിടെ നടന്നേക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. അത് ബാക്കി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഇവിടെ ഒരുപാട് പത്രക്കാരൊക്കെ വന്ന് അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഞാൻ കണ്ടില്ല. അതായത് ഇതിപ്പോൾ നേരത്തെ ഇവിടെ വന്ന ഒരു റിപ്പോർട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അയാൾ അവിടെ പേഴ്സണലി പ്രസന്റ് ആയിരുന്നു ആ കോടതിയിൽ. പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ട ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. സബ്ജക്റ്റ് കറക്ഷൻ, അല്ലെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ആ കോടതിയിൽ ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ ഷാരോണിൻ്റെ അമ്മയും അച്ഛനെയും ആ സഹോദരനെ വിളിച്ച് വരുത്തി കൂട്ടി നിൽക്കുമ്പോൾ എന്നിട്ട് വിളിച്ച് വരുത്തിയിട്ട് അവസാനം ചോദിച്ചു, തൃപ്തിയായോ, എന്താ സന്തോഷമായോ എന്ന്. ഇതൊക്കെ ചോദിക്കാൻ പാടുള്ള ഒരു കോടതിയിലാണോ ഇതൊക്കെ നടക്കേണ്ടത്? നോ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ്. അതൊന്നും ഒരു കോടതി നടക്കേണ്ട കാര്യമായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല, കാണുന്നില്ല. അത് തെറ്റാണ്. കാരണം ഒരു ജഡ്ജി ഒരിക്കലും ഈ വാദിയുടെ ഷൂസിനകത്തേക്ക് കയറാൻ പാടില്ല. അതിൻ്റെ കാര്യമില്ല. കാരണം നമ്മുടെ സ്വന്തം കേസല്ല നടക്കുന്ന, വേറെ ആളുകളുടെ കേസാണ്. അതിനകത്ത് നമുക്കൊരു ഒരു നോഷൻ ഇതൊന്നും വരാൻ പാടില്ല. വളരെ സ്വതന്ത്രമായ മൈൻഡ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ നടന്നെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ ഇത് കേട്ടിട്ട്. പിന്നെ ഇത് ആ കുടുംബത്തിന് അയാളെ ഒരാളെ നഷ്ടപ്പെട്ടു, ശരിയാണ്, അവർക്ക് വേദന വേണം. അങ്ങനെ ഏത് മരണത്തിനും അവർ ആഗ്രഹിക്കും ഇത് അവനെ തൂക്കിക്കൊല്ലണമെന്ന്. ഇത് പര്യാപ്തമായ ഒരു കേസ് ആയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ വ്യൂ ആയി പറയുന്നത്. എന്തായാലും ഈ ഒരു ചാനൽ ചർച്ചയിലെ ഷാരോണിന്റെ സുഹൃത്തായ സജിന് പോലും അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മാതിരി വാക്കുകളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈവൻ ഞങ്ങൾക്ക് പോലും, ഈ കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പം അവൻ റെസ്പെക്ട് കൊണ്ടാകാം ആ ചാനൽ ചർച്ചയിൽ നിന്ന് എണീച്ചു പോയത്. കാരണം ഇരുന്നിട്ട് കാര്യമില്ല. ഇനി വല്ലതും അവന്റെ വായിൽ നിന്ന് പുറത്തു വന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ ഒരു വികാരത്തെ വൈകാരികമായി തന്നെയാണ് അവൻ അവിടെ പെരുമാറിയത്. അവന് അത് പറ്റുന്നില്ല, കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും അദ്ദേഹം താൻ പറയുന്ന സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. താൻ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ജസ്റ്റിസ് കമാൽ പാഷ നിൽക്കുന്നതിന്. എന്തായാലും നമ്മുടെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, എല്ലാവരും വിചാരിക്കും ഗ്രീഷ്മ തൂക്കുകയർ വധശിക്ഷ ഉടനെ നടപ്പാക്കുമെന്ന്. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനൊക്കെ ഉള്ള അപ്പീലുമായിട്ട് ഗ്രീഷ്മ പോകും. ഇത്രയും കാര്യങ്ങൾ ഗ്രീഷ്മയ്ക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഇതിന്റെ നിയമവശവും കാര്യങ്ങളും അവൾ നോക്കിയിട്ടുണ്ടാകും. കാരണം മുൻപ് തന്നെ ഗ്രീഷ്മ പറഞ്ഞ ഒരു കാര്യമാണ്, കൂടിപ്പോയാൽ ജീവപര്യന്തം കിട്ടും, ഒരു 14 വർഷം. അവൾ അവിടെ കാൽക്കുലേഷൻ വരെ നടത്തി. 38 വയസ്സാവുമ്പോൾ ഞാൻ സുഖമായിട്ട് ഇറങ്ങിപ്പോരും
എന്നുള്ളത്, അതിനുശേഷം ഞാൻ ജീവിച്ചോളാം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു മൈൻഡോട് കൂടി തന്നെയായിരുന്നു ഗ്രീഷ്മ ഇതത്രയും കാണുന്നത്. ഗ്രീഷ്മയുടെ മുഖഭാവം നോക്കുമ്പോൾ മുഖത്ത് യാതൊരു രീതിയിലുള്ള ഒരു ഭാവഭേദവുമില്ല, ഒരു സങ്കടവുമില്ല. അതിലെ ഈ പോലീസ് പറയുന്നുണ്ട് ഗ്രീഷ്മ അന്നും ഹാപ്പി ആയിരുന്നു, ഈ കഴിഞ്ഞ ദിവസവും ഹാപ്പി ആയിരുന്നു. കാരണം എന്താണ്, ഗ്രീഷ്മയ്ക്ക് അറിയാം ഇതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഈ ഒരു തൂക്കുകയർ നമ്മുടെ ഒരു കോടതി വിധിച്ചെങ്കിൽ അത് നമ്മുടെ വിജയം തന്നെയാണ്. ഏതെങ്കിലും ഒരു കോടതി അവൾക്ക് ഈ ഒരു ശിക്ഷ കൊടുത്തല്ലോ, അപ്പം അത് നമ്മുടെ ശരിക്കും പറഞ്ഞ വിജയം തന്നെയാണ്. പക്ഷെ ഇതിനപ്പുറമുള്ള, കാരണം പ്രസിഡന്റിന്റെ ഒരു പവർ ഉണ്ട്, ദയാഹർജി എന്ന് പറയുന്ന ഒരു പവർ പ്രസിഡന്റിന് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പം ഹൈക്കോടതി അപ്പീൽ പോവും, അത് കഴിഞ്ഞ് സുപ്രീം കോടതി, അങ്ങനെ പോയി ലാസ്റ്റ് നമ്മുടെ പ്രസിഡന്റിന്റെ ദയാഹർജിയിൽ വരെ എത്തി നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസിൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. എന്നാലും ഈ ഒരു ശിക്ഷ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്കെങ്കിലും പാഠമാവും. കാരണം നാളെ ഒരുത്തിയോ അല്ലെങ്കിൽ ഒരുത്തനോ ഇതുപോലെ ഒരു ചെയ്യരുത്, ഇങ്ങനെ ഒരു ചെറ്റത്തരം ചെയ്യാൻ മുതിരരുത്. ഈ ഒരു തൂക്കുകയറ് കെട്ടിയ ഈ ഒരു പണിഷ്മെന്റിൽ തന്നെ എന്തായാലും പരോളിനുള്ള അനുവാദമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീഷ്മ അവിടെ ഇപ്പൊ സുഖവാസ കേന്ദ്രത്തിലാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു കണക്കിന് നോക്കുമ്പോൾ സുഖവാസ കേന്ദ്രത്തിൽ തന്നെയാണല്ലേ. നമ്മുടെയൊക്കെ ടാക്സ് കൊണ്ട് തന്നെയാണ് അവൾ തിന്നു കുടിച്ചു കൊഴുത്തൊക്കെ നിൽക്കുന്നത്. കാരണം മുമ്പ് പോയ ഗ്രീഷ്മ അല്ലാന്ന് ഇപ്പോഴത്തെ ഗ്രീഷ്മ, ഒരുപാട് മാറ്റമുണ്ട്. അവിടെ സുഖവാസ കേന്ദ്രം പോലെ തന്നെയായിരിക്കും അല്ലെ. അതൊക്കെ കൊണ്ടായിരിക്കാം ഗ്രീഷ്മ ഒരു കൂസലും ഇല്ലാതെ തന്നെയാണ് ആ ഒരു പോലീസ് ജീപ്പിൽ കയറുന്നതും അതുപോലെ ജയിലിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരുന്നത്. കാരണം മുഖത്ത് ഒരു ഭാവഭേദവും ഇല്ലായത്. അത് ചാനലുകാർ എടുത്തെടുത്ത് അവരുടെ ആ വീഡിയോ എടുത്ത് സഹിതം കാണിച്ചു തന്നെയാണ് പറയുന്നത്. കാരണം ആ കാണുമ്പോഴറിയാം ഇതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു പോകുമെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് ഗ്രീഷ്മ ഇറങ്ങി വന്നത്. ഇദ്ദേഹം ഏതൊരു ചാനൽ ചർച്ചയിലും എടുത്തു പറയുന്ന ഒരു വാക്കാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ്. ഇനി എന്താണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ്? അത് ഒരുപാട് പേരെങ്കിലും അന്വേഷിക്കുന്നുണ്ടാവുമല്ലേ, കാരണം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. ക്രൈമിന്റെ ഒരു ഗാഢത കുറച്ചു കൊണ്ടുവരുന്നതിനാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്നത്. അതുപോലെ ക്രൈമിന്റെ ഗാഢത കൂട്ടിക്കൊണ്ടുവരുന്നതാണ് അഗ്രവേറ്റീവ് സർക്കംസ്റ്റൻസസ് എന്ന് പറയുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസിൽ ആദ്യം എടുത്ത് പറയുന്ന കാര്യമാണ് ഏജിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ പ്രായം 23 വയസ്സാണ്, 24 വയസ്സാണ്. ഇപ്പോൾ ക്രൈം ചെയ്ത സമയത്ത് 22 വയസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഏജിന്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു വധശിക്ഷ മാറ്റാം എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഏജിന്റെ കാര്യം നോക്കത്തില്ല. കാരണം ഈ മരിച്ച വ്യക്തി ഷാരോണിനും സെയിം ഏജ് ആണ്, 23 വയസ്സാണ്. അവനും ഒരു കുടുംബത്തിന്റെ അത്താണി ആവേണ്ടവനായിരുന്നു. ആ ആളിനെയാണ് ഗ്രീഷ്മ ഇല്ലാതാക്കിയത്. രണ്ടാമത് പറയുന്ന കാര്യമാണ് മെന്റൽ സ്റ്റേറ്റ്. മെന്റൽ സ്റ്റേറ്റിന് എന്താണ് ഇവിടെ കുഴപ്പം വന്നത്? കാരണം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ടൈമിലും കോടതിയിൽ വന്ന സമയത്തും അവൾക്ക് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാണ് നമ്മുടെ പോലീസുകാർ പറയുന്നത്. അവൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിലും ആ ഒരു പരിഗണന കിട്ടത്തില്ല. മൂന്നാമത് എടുത്ത് പറയുന്നതാണ് ലാക്ക് ഓഫ് ക്രിമിനൽ റെക്കോർഡ്. ലാക്ക് ഓഫ് ക്രിമിനൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുന്നേ എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഈ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യത്തിലൂടെ ഇവളുടെ ഈ ഒരു കേസ് എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ഈ ഷാരോൺ എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ടല്ല ഗ്രീഷ്മ കൊല്ലാൻ ശ്രമിച്ചത്. മുൻപ് പാരസെറ്റമോൾ കലക്കി കൊല്ലാൻ ശ്രമിച്ചതാണ്. അത് വർക്കൗട്ട് ആകാത്തതുകൊണ്ടാണ് അടുത്തൊരു അറ്റംപ്റ്റ് എന്ന നിലയിൽ ഈ ഒരു കഷായത്തില് കീടനാശിനി കലക്കി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ ഒരു പരിഗണനയും കിട്ടാതെന്ന്. ഇവിടെ എടുത്തു പറയുകയാണെങ്കിൽ ഇവിടെ ഗ്രീഷ്മ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്ന് പറയുന്ന വെച്ചാൽ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നാണ്. കാരണം എല്ലാം ബോൾഡായിട്ട് വെൽ പ്ലാനോട് കൂടി തന്നെയായിരുന്നു ഗ്രീഷ്മ ഇതെല്ലാം ചെയ്തിരുന്ന പോലും ഒരു തുമ്പ് ദൈവം ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതായിരുന്നു ഇവിടെ സംഭവിച്ചത്. അതായത് ഇതെല്ലാം സെർച്ചിങ് ചെയ്തത് സ്വന്തം ഫോണിലായിരുന്നു. ആ ഒരു തെറ്റ് ഗ്രീഷ്മ ചെയ്തതാണ് വലിയ അബദ്ധമായത്. അത് മറ്റൊരാളുടെ ഫോണിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാകുമായിരുന്നു. എന്നിരുന്നാൽ കണ്ടുപിടിക്കും, ചെറിയ സമയം കൂടി ഇതിനെ എടുക്കേണ്ടി വരുമായിരുന്നാണ്. എന്നാൽ ഈ ഒരു സ്വന്തം ഫോണിൽ തന്നെ ഈ സെർച്ചിങ് ചെയ്തത് തന്നെയാണ് അവൾക്ക് ഏറ്റവും വലിയ അടിയായത്. അടുത്തൊരു കാര്യമാണ് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. സെൽഫ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീഷ്മ ചെയ്ത ഒരു കാര്യമല്ല അല്ലെ. ഇത് ഷാരോണിന്റെ കരുതിക്കുട്ടി വെൽ പ്ലാൻ ആയിട്ട് മർഡർ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ് ഇവിടെ നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതും പരിഗണിക്കാത്തത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരാൾ വിലങ്ങുതടിയായിട്ട് വരുന്നത്, നമ്മുടെ ജീവന് തന്നെ ആപത്ത് വരുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി അയാളെ ഇല്ലാതാക്കുന്ന ആ ഒരു സർക്കംസ്റ്റൻസ് ആണ് ഇവിടെ നോക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഷാരോൺ ഫോഴ്സ്ഫുള്ളി അവളുടെ ജീവിതത്തിൽ വന്നതല്ല. രണ്ടുപേരും പ്രണയിതാക്കളാണ്. രണ്ടുപേരുടെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് അന്ന് അവിടെ ആ ഒരു വീട്ടിൽ വന്നതും എടുത്തതും കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് ഇതും പരിഗണനയിൽ എടുക്കാത്തത്.
ഇങ്ങനെ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങളെല്ലാം ഗ്രീഷ്മയ്ക്കെതിരെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് നോക്കാതെയാണ് ഈ ഒരു തൂക്കുകയർ വിധിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കേസിന്റെ തീവ്രതയെ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് AM ബഷീർ ഈ ഒരു വിധി പ്രഖ്യാപിച്ചത്. സാധാരണക്കാരനായ ഞങ്ങൾ പോലും ഇത് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും നിയമവും വിദ്യാഭ്യാസമുള്ള താങ്കൾ ഇത് പഠിക്കാതെയാണോ ഇത് വന്ന് ഇങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് അതിശയമാവുകയാണ്. ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവൾക്ക് തൂക്കുകയർ വിധിച്ചത്, അല്ലെ? അത് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് താനെ മനസ്സിലാകും. കാരണം എല്ലാം അവളുടെ ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റിയും ആ ഒരു കൊല്ലണം എന്നുള്ള മെന്റാലിറ്റി തന്നെയായിരുന്നു അവൾക്ക്. പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. എന്തായാലും നമ്മുടെ ജനങ്ങൾ ഈ ഒരു വിധിയോട് തന്നെ ഒരു യോജിച്ച് നിൽക്കുവാണ്. കാരണം 100% ആളുകൾ ഈ വിധിയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നാളെ അവൾ രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ളത് നാളത്തെ കാര്യമാണ്. കാരണം നമുക്ക് അതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു വിധി ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മേ ബി രക്ഷപ്പെടാം, ഇല്ല രക്ഷപ്പെടാതെ ഇരിക്കാം, അല്ലെങ്കിൽ ഇതിനെ ഒരു ജീവപര്യന്തമായിട്ട് പരിഗണിക്കാൻ പറ്റും എന്നൊക്കെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കോടതി ഈ ഒരു വിധി പ്രഖ്യാപിച്ചെങ്കിൽ അത് നമ്മുടെ വിജയം തന്നെയാണ്. അവളുടെ എണ്ണി അവളുടെ ക്രൂരതകൾ ഓരോന്ന് എണ്ണി തന്നെയാണ് ഈ ഒരു വിധി AM ബഷീർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ നമുക്ക് വിജയം തന്നെയാണ്. ഇനി ഇതുമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുപോലെ തന്നെ സാധാരണ ആൾക്കാർക്ക് അവർക്ക് തോന്നുന്ന പല കാര്യങ്ങളും അവരുടെ സംശയങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.